എടാ എന്താടാ? കമോൺ ഗൈസ്, നമുക്കൊരു സൈക്ലിങ്ങിന് പോയാലോ? ഹലോ ഗൈസ്, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഞാനിപ്പോ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 60 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്പോട്ടിലേക്കാണ് ഞാൻ പോണത്. അതും എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്ലിംഗ് ചെയ്തിട്ട്. എന്റെ ലൈഫിൽ ഫസ്റ്റ് ലോങ് ആയിട്ടുള്ള സൈക്ലിംഗ് ആണത്. ടൈം ഇപ്പൊ 6:30 ആയിട്ടുണ്ട്. അത്യാവശ്യം ഇരുട്ടും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങി. സോ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ച്. ഞാൻ എപ്പോ എത്തും, എന്താ അവസ്ഥയൊന്നും അറിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനങ്ങനെ സൈക്ലിങ്ങും കാര്യങ്ങളൊക്കെ റെയർ ആയിട്ട് ചെയ്യുന്ന ആളാണ്. സോ ടൈമിങ് കാര്യങ്ങളൊക്കെ എത്ര കാൽക്കുലേറ്റ് ചെയ്താലും എപ്പോഴെത്തുന്ന ട്രാഫിക് ഒക്കെ കഴിഞ്ഞ് എപ്പോഴെത്തുന്ന കാര്യങ്ങളൊന്നും അറിയില്ല. സോ അപ്പോൾ 20 കിലോമീറ്റർ കഴിഞ്ഞു. 1.5 മണിക്കൂർ കൊണ്ടാണ് ഞാൻ 20 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്തത്. ഇനി എനിക്ക് 40 കിലോമീറ്റർ റൺ ചെയ്യാൻ കിടക്കുന്നത്. വൃത്തിയാണ്. ഓക്കെ, നല്ല അത്യാവശ്യം ഹാർഡ് ടെറൈൻ ആണ് ഇങ്ങോട്ട് വരുന്ന വഴിയെങ്കിലും വരവേ ഈസി ആയിട്ട് വന്നുകൊണ്ടിരുന്നത്. കാരണം ഒരു കാര്യം നമ്മൾ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരുന്ന അത് ഈസി ആവുന്നതാണ്. സോ ഐ എം എൻജോയിങ് ദിസ് റൈറ്റ് നൗ. നേരമൊക്കെ നല്ലോണം ഇരുട്ടി റോഡൊക്കെ നല്ല റഷായി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ശ്രദ്ധിച്ച് ഓട്ടിച്ചേ പറ്റുള്ളൂ. കാരണം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല. വലിയ പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെ പെട്ടെന്നുള്ള ഒരു ആവേശത്തിനുള്ള വരവായോണ്ട് ഒന്നും ചെക്ക് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് വണ്ടി കണ്ടീഷൻ ആണെന്ന് അറിയായിരുന്നു. ബ്രേക്കൊക്കെ പക്ക ആയിരുന്നു. സോ ഗൈസ്, സമയം 10:30 ആവുന്നു. 40 കിലോമീറ്റർ ഞാൻ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തേ ഉള്ളൂ. ഈ യാത്രയിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങുന്നതിലാണ് കാര്യം. അതിനു മുമ്പ് എത്ര ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ജസ്റ്റ് ഇറങ്ങുക അതിലേക്ക്. ബാക്കി കാര്യങ്ങളൊക്കെ അപ്പം നോക്കാം. ഈ ഒരു 40 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി, നമ്മളൊരു കാര്യം ആത്മാർത്ഥമായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്തൊരു തടസ്സം വന്നാലും നമ്മുടെ ഹാർഡ് വർക്കിലൂടെ നമുക്ക് അത് നേടിയെടുക്കാൻ പറ്റും. ഇനി എത്താനായിട്ട് 18 കിലോമീറ്ററേ ഉള്ളൂ. ഞാൻ ആദ്യം വിചാരിച്ച എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റുമോ, ഈ 60 കിലോമീറ്റർ ഞാൻ എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്താലോ, അല്ലെങ്കിൽ എന്തെങ്കിലും വണ്ടി വിളിച്ചു പോയാലോ എന്നൊക്കെയായി ആലോചിച്ചൊരു ടൈമുണ്ട്. പക്ഷേ ഈ പുഷ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി, ഓക്കെ, ഇതെന്നെ കൊണ്ട് പറ്റുന്നതുകൊണ്ടാണ് ഞാൻ തിരഞ്ഞെടുത്തത്. എന്നെ കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. ഒരു 30-35 കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ലെഗ്സ് ഒക്കെ ഫുള്ള് ക്രാമ്പായി. അപ്പോൾ എന്തോ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻഡ് ഫുൾ അങ്ങ് ഔട്ടായി. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ നിർത്തിയിട്ട് വണ്ടി എങ്ങാനും വിളിച്ച് സൈക്കിൾ അവിടെ എത്തിച്ചാലോ എന്ന് ആലോചിച്ചു. കാരണം സൈക്കിൾ അവിടെ എത്തിക്കണമല്ലോ. പിന്നെ എനിക്ക് എന്തോ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ പുഷ് ചെയ്ത് ഞാൻ ഒരു സ്റ്റെപ്പ് കൂടെ എടുക്കാം എന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും മൂവും കാര്യങ്ങളൊക്കെ ഇട്ട് സ്ട്രെച്ചൊക്കെ ചെയ്തിട്ട് വീണ്ടും ആ സൈക്കിൾ ചവിട്ടാൻ തുടങ്ങി. മിറാക്കിൾ എന്തോ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാമ്പും കാര്യങ്ങളൊക്കെ നമ്മളോരോ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴേക്കും ചെറുതായാലും ശരി വലുതായാലും ശരി ചില ബാരിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനെ നമ്മൾ തകർക്കാൻ വേണ്ടിയിട്ട് അത് കടന്നൊരു സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ ബാരിയർ പിന്നെ ഇല്ലാതാവും. അത് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായി, ഈ ട്രിപ്പിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ നീണ്ട 5 മണിക്കൂറിനടുത്തുള്ള കണ്ടിന്യൂസ് സിംഗിൾ സ്ട്രെച്ച് സൈക്കിളിന് ശേഷം ഞാൻ റൂം എത്താറായി ഗൈസ്. ടോട്ടല് ഞാൻ കവർ ചെയ്തത് 58 കിലോമീറ്ററിനടുത്താണ്. ഓക്കെ, സോ ഇതൊരു കിടില എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഈ ഒരു സൈക്ലിംഗ് കഴിഞ്ഞപ്പം കഴിയാറായി, ചെയ്ത് കംപ്ലീറ്റ് ആവാറായപ്പോൾ എനിക്കിപ്പോൾ കിട്ടുന്നൊരു ഡോപ്പമൈൻ ഹിറ്റ് എന്ന് പറയുന്നത് അത് അടിപൊളി ഒരു ഹിറ്റാട്ടോ. വേറെ നമ്മളൊരു ചലഞ്ച് എടുക്കുക, അത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്ക് കിട്ടുന്നൊരു ഹിറ്റ്.